ബൈക്ക് ഡ്രൈവിംഗ് 3D സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളിൽ ഒരു സീക്രട്ട് റൂമും കാര്യങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ അത് എന്താന്നൊക്കെ ഈ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫ്രാങ്ക്ലിൻ തുറന്നു നോക്കി. അപ്പൊ എന്താ സംഭവിക്കുന്നതൊക്കെ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കുറെ നേരം പണിയുണ്ട്. അപ്പൊ ഏകദേശം വൈകുന്നേരം കഴിക്കണേ നമ്മൾ പണി കഴിഞ്ഞപ്പോഴാണ് എത്തുന്നുള്ള വീട്ടിലേക്ക്. അപ്പൊ കുറച്ച് റെസ്റ്റ് കഴിച്ച് വീട്ടിലേക്ക് വന്നാൽ പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങിയില്ലേ നമുക്കത് കുറച്ച് റെസ്റ്റ് ഒക്കെ നല്ല പണിയും കാര്യത്തിനുണ്ട്. നമ്മളെ മൊയിലാളിയൊക്കെ നമ്മളെ നല്ല മോണം പണി എടുപ്പിച്ചു. അപ്പൊ നമുക്ക് നേരെ ഒന്ന് നല്ല ക്ഷീണവും കാര്യത്തിന്. അപ്പൊ എന്തായാലും നമുക്ക് ബെഡ് പോയി കിടക്കാനൊക്കെ ഉള്ളത് നേരത്തെ വന്നതാണ്. ഏകദേശം നമ്മളെ വീട്ടില് രാത്രി കഴിഞ്ഞ് ഒന്ന് കുറച്ച് നേരത്തെ പണി കഴിഞ്ഞു. പണിയൊക്കെ എടുത്തോണ്ട് നേരത്തെ കഴിഞ്ഞ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ചു നേരം പോയി കിടക്കാന്ന് വിചാരിച്ച് നേരത്തെ വന്നതാണ്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നുള്ളിൽ പുറത്ത് കയറുമ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിലും കാര്യത്തിന് പായലും കാര്യത്തിനുണ്ട്. അപ്പൊ എന്താണെന്ന് ഒരു കച്ചറും കാര്യത്തിന് പായൽ സ്വിമ്മിംഗ് പൂളിൽ അല്ലെങ്കിൽ മീൻ്റെ ഇതിലൊക്കെ ഉണ്ടാണ് പായലും കാര്യത്തിനുണ്ട്. അപ്പൊ ഇത് എന്താണെന്നൊന്നും മനസ്സിലായി. അപ്പൊ നിങ്ങൾ ഇത് പോക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന്റെ ഒപ്പമുള്ള ബെൽ ബട്ടൺ ഓൺ ആക്കിയിട്ട് ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ ഫുൾ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതിനൊരു മെഷീൻ കാര്യങ്ങൾ നമ്മളെ അടുത്തുണ്ട്. നമ്മളെ അടുത്ത് നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ നേരെ മുന്നിലായിട്ടുണ്ട്, മുകളിലായിട്ടുണ്ട്. അപ്പൊ നമ്മൾ എടുക്കാൻ പോകണം. അപ്പൊ ഏതായാലും റെയിൽവേ സ്റ്റേഷൻ അവിടെ എത്തിയപ്പോൾ ട്രെയിനും കാര്യത്തിനും ഇവിടെ ഇല്ല. അതുപോലെ നമുക്ക് ആരും കാണുന്നില്ല. നമ്മൾ മുന്നിൽ MPC കാര്യത്തിനുണ്ട്. കുഴപ്പമൊന്നുമില്ല വിചാരിച്ചിട്ട് നമ്മൾ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട സ്റ്റെപ്പും കാര്യത്തിന് കയറണം. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് അതിന്റെ മുകൾക്ക് തന്നെ കയറണമെന്നൊന്നും അറിയാം. നമുക്ക് എന്തായാലും കയറി നോക്കാം. ഇതിന്റെ മുകളിലായിട്ടാണ് ഇതുള്ളത്. കാരണം നമ്മൾ നേരെ മുകൾക്കും കയറിയിരിക്കണേ. അത് നമ്മൾ മുകൾക്ക് കയറി ട്രെയിനും കാര്യത്തിന്റെ ദൂരത്തുനിന്ന് വരുന്നത്. അപ്പൊ സാധനം ഇതാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീനും കാര്യത്തിനാണ്. അപ്പൊ ഇതായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നേക്കാം. അപ്പൊ നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ ഇടാൻ പറ്റുന്നേക്കാം. അപ്പൊ നേരെ ഇങ്ങനെ കൈക്കിലേക്ക് നമ്മള് വണ്ടിന്റെ ബാക്കിലും സൈഡിൽ വെച്ചു. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് അത് ശരിയാക്കണം, പെട്ടെന്ന് ശരിയാക്കണം. നൈറ്റ് ആകുമ്പോഴത്തേക്കൊക്കെ ശരിയാക്കണം. എന്താ സംഭവിക്കണമെന്നൊന്നും നമുക്ക് നേരെ വീട്ടിലെത്തി എന്തായാലും കാണാം. അല്ലെങ്കിൽ വീട്ടിലും കാര്യത്തിന് എത്തിയപ്പോൾ സ്വിമ്മിംഗ് പൂളൊക്കെ ഇട്ടിട്ട് അപ്പൊ നമുക്ക് പായലൊക്കെ ഒഴിവാക്കണം. ഞാൻ നോക്കുന്നൊരു കാര്യം നമ്മൾ ഇറങ്ങി കാണാൻ പായൽ ഒഴിവാക്കണത് മെഷീനൊന്നും വർക്കാണ് ഇങ്ങനെ ആൾക്കി കളിച്ചാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇറങ്ങിയാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ മെഷീൻ വർക്കാണില്ല. മെഷീൻ വർക്ക് വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇറങ്ങിയാണ്ട് ആ പായലെടുത്ത് ഒഴിവാക്കേണ്ടി വരും. അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കൊടുന്നതിന്. അപ്പൊ അതൊന്നും നടക്കൂല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഇറങ്ങേണ്ടി വരും. ഇതിൽ കച്ചറയും കാര്യത്തിന് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിലൊക്കെ ഇറങ്ങിയാണ്. അപ്പൊ ഞാൻ എന്തായാലും കാണിച്ചിട്ട് പായലും കാര്യത്തിന് അടിയിൽ കൂടെ എന്താ കാണിച്ചിട്ട് പായലിന്റെ അടിയിൽ എന്താ ഉണ്ടാകുന്ന ഡീറ്റെയിൽ കാണിച്ചപ്പോൾ ഇതാണ് പായലും കാര്യത്തിന് വരുന്നത്. അപ്പൊ അടിയിൽ എന്താ നോക്കട്ടെ. പക്ഷെ അടിയിലൊക്കെ ഒന്നുമില്ല പായലും കാര്യത്തിന്. അപ്പൊ അടിയിൽ പായലൊക്കെ വൃത്തിയാണ്, മുകളിൽ മാത്രമേ. പക്ഷെ അപ്പൊ എന്താ സീക്രട്ട് റൂമും കാര്യത്തിന്. അപ്പൊ നമ്മൾ പെട്ടെന്ന് കണ്ടതാണ്. അപ്പൊ എന്താണെന്നൊന്നും അറിയില്ല. ഫ്രാങ്ക്ലിൻ നീന്തി കളിച്ചിട്ട് അപ്പൊ നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോ കണ്ടത് സീക്രട്ട് റൂമും കാര്യത്തിന്. അപ്പൊ ഇതെന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ ഇതിനെന്താ ഒരു സീക്രട്ട് റൂമും കാര്യത്തിന് നമ്മൾ പായലൊക്കെ ക്ലീൻ ആക്കി ഇറങ്ങിയപ്പോ കണ്ടത്. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞാൽ ലോക്കറും കാര്യത്തിന് തോന്നുന്നുണ്ട്. എന്തായാലും ഇന്ന് ലോക്കറിന്റെ മാതിരി കാര്യത്തിനുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താന്ന് നമുക്കറിയാം. നമുക്ക് എന്തായാലും നമ്മൾ പായലൊക്കെ പെറുക്കി കഴിഞ്ഞിട്ട് ഒന്ന് ഡീറ്റെയിൽ നോക്കാം. പായലൊക്കെ ഒരു കൂട്ടി ഇവിടെ വെച്ചിട്ട് അപ്പൊ എന്താണ് പായലും കാര്യത്തിന് എന്തെങ്കിലും സ്വിമ്മിംഗ് പൂളിന്റെ മുകളിലുള്ള പായലും കാര്യത്തിന് ഞാൻ ഒരു കൂട്ടിയാണ് ഇങ്ങോട്ട് കച്ചറ ഒഴിവാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അതെന്താ നമുക്ക് നല്ല കണ്ടുപിടിച്ചത് എന്താന്ന് പറയുക ലോക്കറും കാര്യത്തിന് തോന്നുന്നു. ഇനി അതിൽ എന്താ സംഭവിക്കണമെന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് സീക്രട്ട് റൂമും കാര്യത്തിന് ഇനി റൂമാണോ ലോക്കറാണോ ഒന്നും നമുക്ക് മനസ്സിലാക്കില്ല. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുപിടിച്ചു. ഇനി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ തുറക്കാൻ എന്തെങ്കിലും കീയ ലോക്കർ തുറക്കാനുള്ള മെഷീനോ എന്തെങ്കിലും ഉണ്ടാ നമുക്ക് അറിയാം. നിങ്ങൾക്ക് കത്തും കാര്യത്തിന് നമ്മളെ മുന്നിൽ തന്നെ ഉണ്ട്. അപ്പൊ എന്താന്ന് പറയുക ഒരു എഴുത്തും കാര്യത്തിന്റെ നമുക്ക് നേരെ എഴുത്ത് എന്താ നോക്കുക എന്താ അറിയില്ല. പേപ്പറിലും കാര്യങ്ങളും എഴുതിക്കുന്നത് 3 പോലീസുകാരെ കൊല്ലാനാണ്. പിന്നെ അതേപോലെ തന്നെ ഹെലികോപ്റ്ററുടെ ട്രെയിനിന്റെ മുകൾക്ക് ലാൻഡ് ചെയ്യാന്. പിന്നെ മൂന്നാമത്തെ ചാവി കിട്ടണം. അപ്പൊ ഇതിന് ചാവിയും കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ലോക്കറും കാര്യങ്ങൾ തന്നെയല്ല. അപ്പൊ എന്താണ് അപ്പൊ നമുക്ക് നേരെ അടുത്ത് ഫസ്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമ്മളൊരു വണ്ടി കാര്യത്തിന് എടുത്തിന്. അപ്പൊ 3 പോലീസുകാരെ കൊല്ലണം. അപ്പൊ 3 പോലീസുകാരെ കൊല്ലാൻ വേണ്ടി ഇവിടെ MPCനെ കൊന്നാൽ മാത്രമേ പോലീസിനെ നമ്മളെ അടുത്തേക്ക് വരുള്ളൂ. അല്ലാതെ നമുക്ക് കാര്യം നടക്കില്ല. ആ പോലീസ് സ്റ്റേഷനിൽ ആകെ ഒരു പോലീസുകാർ 2 പോലീസുകാരുള്ളൂ. 3 പോലീസുകാരെ കൊന്നാൽ മാത്രമേ വർക്കുള്ളൂ. അപ്പൊ MPC കാര്യത്തിന് ഇവിടെ തന്നെ ഗണ്ണെടുത്താണ് ഫൈറ്റ് ചെയ്യണം. അപ്പൊ ഒരു MPC കാര്യത്തിന് നമ്മളെ ഓടിച്ചാൻ വരുന്നുണ്ട്. നമ്മളങ്ങനെ ഒരു MPCനെ കൊന്നപ്പോൾ ഒരു സ്റ്റാറും കാര്യത്തിന് കിട്ടിയപ്പോൾ 2 MPC കാര്യങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തിന് കൊന്ന മൂന്നാമത്തിന് തന്നെ കൊന്നിട്ട് 3 സ്റ്റാറും കാര്യത്തിന് വരും. മുന്നിൽ തന്നെ ഒരു പോലീസും കാര്യത്തിന് വരും. 2 പോലീസ് വണ്ടിയും കാര്യത്തിന് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വണ്ടിന്റെ ബാക്കിലായിട്ട് ഉറവ് നിൽക്കാം. അപ്പൊ നമുക്ക് നേരെ വണ്ടി വരുന്നത് നമ്മളെ വണ്ടിന്റെ നേരത്തെ നമ്മൾ കുറച്ച് മാറിക്കൊടുത്തപ്പോൾ വണ്ടി കാര്യം ഇടിച്ചിട്ട് അപ്പൊ നമ്മള് ഒരു പോലീസ് വണ്ടി കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും വണ്ടിന് ഇറങ്ങിയിട്ടൊന്നുമില്ല. അപ്പൊ ഒരു പോലീസ് വണ്ടി ബാക്കിൽ നിന്ന് വെടിക്കുന്നുണ്ട്. അപ്പൊ ഈ സാറിനെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് തീർക്കാനേ വെടിയും വെക്കണം. അപ്പൊ വണ്ടിക്കാണ് കൊള്ളുന്നത്. അപ്പൊ അങ്ങനെ പോലീസിന് കൊണ്ടുപോകണം. അപ്പൊ ഒരു പോലീസ് അങ്ങനെ ഡെഡ് ആക്കണം. അപ്പൊ അങ്ങനെ 2 പോലീസ് നമ്മൾ മുന്നിൽ മറ്റേ വണ്ടി ഇടിച്ചാണ് ഒരു പോലീസ്. അപ്പൊ 2 പോലീസുകൾ. അപ്പൊ നമുക്ക് ഒരു പോലീസ് കൂടെ കൊന്നാൽ മതി. അപ്പൊ അങ്ങനെ 3 പോലീസ് ശരിക്കും ഒരു പോലീസിനെ നമ്മളെ കൊന്നല്ല, വണ്ടി താനെ ഇടിച്ചപ്പോ അങ്ങനെ കൊന്നതാണ്. അപ്പൊ നമുക്ക് ഈ വണ്ടി പൊട്ടി തെറിപ്പിച്ച പോലീസുകാരെ ഒന്നും പോയിട്ടില്ല. അപ്പൊ ആ പോലീസുകാരുടെ വീണ് കെടുപ്പിട്ടുണ്ട് എന്തായാലും. അപ്പൊ നമുക്ക് 2 പോലീസ് കൂട്ടിത്തിരിക്കില്ല. നമ്മൾ ഒരു പോലീസിനെ കൊന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത വണ്ടി വരെ വെയിറ്റ് ചെയ്തു. അപ്പൊ അടുത്ത വണ്ടി നമ്മൾ വരുന്നുണ്ട്. വണ്ടി ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ വണ്ടി ഇടിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ സൈഡിക്ക് നിന്ന് അപ്പൊ ആ സൈഡിക്ക് വണ്ടി നിന്ന് നിൽക്കണം. അപ്പൊ നമുക്ക് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാം. നമ്മളെ ഷൂട്ട് ചെയ്യേണ്ടേ. അപ്പൊ നമ്മൾ വണ്ടിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഈ വണ്ടി ഇവിടെ നമ്മൾ ബാക്കിൽ നിന്ന് വെടിയേക്കണം. അപ്പൊ എന്തായാലും നമുക്ക് പോലീസ് വെടിയേക്കണം. അപ്പൊ എന്തായാലും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ നിൽക്കാം. നമ്മളങ്ങനെ ഈ പോലീസിന് കൊന്ന 3 പോലീസിന് കൊന്ന. അപ്പൊ നമ്മൾ ഈ
തീർന്നു. അപ്പൊ ഈ പോലീസും ഡെഡ് ആയിക്കണം. അപ്പൊ നമ്മളെ ഇത് കഴിഞ്ഞു. നമുക്ക് രണ്ടാമത്തെ ചലഞ്ച് നോക്കാം. രണ്ടാമത്തെ ചലഞ്ച് ഹെലികോപ്റ്റർ ട്രെയിനിന്റെ മുകളിൽ ലാൻഡ് ചെയ്യാൻ, സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യണം. നമ്മൾ ഹെലികോപ്റ്ററൊക്കെ ട്രെയിനും കാര്യത്തിന് ഇവിടെ നിർത്തിയിട്ട് അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യണം. അപ്പൊ ഒന്നും പറ്റിയാൽ നമ്മളെ ഇത് ഔട്ട് ആവണേക്കാരം. അപ്പൊ നമുക്ക് ലോക്കറിന്റെ ചാവിയും കാര്യം കിട്ടലുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ലാൻഡ് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത് കുഴപ്പമില്ല. മൊബൈൽ ഫോൺ എടുത്താൽ നമ്മൾ ആർജസ് കൊടുത്താണ് കീന്ന് ടൈപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ നേരെ മൊബൈൽ ഫോൺ എടുത്താണ് ആർജസ് കൊടുത്തിട്ട് നമ്മൾ നേരെ കീന്ന് ടൈപ്പ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പൊ അടുത്ത ചലഞ്ചിങ് തന്നെ കിട്ടണേക്കാരം. അപ്പൊ ഒരു ചലഞ്ചും കാര്യം കിട്ടിയിരിക്കണം. അപ്പൊ ഈ ചലഞ്ച് ഔട്ടാകാതെ കളിച്ചത് ഔട്ടായാൽ നമുക്ക് കീയും കാര്യം കിട്ടില്ല. കീ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തായാലും ലോക്കർ തുറക്കാൻ പറ്റില്ല. നമുക്ക് എന്താ അതിന്റെ ഉള്ളിൽ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എന്താ ലോക്കറാണോ എന്താണ് അതിന്റെ സംഭവം എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഇത് ഔട്ടാകാതെ കളിച്ചണം. അപ്പൊ എന്തായാലും നമുക്ക് ഔട്ടാകാതെ കളിച്ചേ പറ്റുള്ളൂ. നമ്മളെ മുന്നിൽ കണ്ടെയ്നർ ഒക്കെ കറങ്ങുന്നുണ്ട്. അപ്പൊ അത് കറങ്ങി നേരെ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നേരെ നിന്നുകണം. അപ്പൊ നമുക്ക് നേരെ വണ്ടി ചാടിയാണ് അപ്പുറത്ത് കടന്നുകണം. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് ബെല്ലെ പോകാൻ പറ്റുള്ളൂ. എന്താ കെണിന്ന് ഇരിക്കണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ കുറെ നേരത്തിന് ശേഷം നമ്മൾ മോഡൊക്കെ കളിച്ചാൽ നിൽക്കണം. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഔട്ട് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണെന്ന് പറയാൻ പറ്റും. ഒരു മുന്നിൽ കണ്ടെയ്നർ കാര്യത്തിന് ഇത് വളഞ്ഞും കൊണ്ട് നിൽക്കണം. അപ്പൊ പെട്ടെന്ന് നമ്മൾ ചാടിയേ പറ്റുള്ളൂ. നമ്മളവിടെ നോക്കി നിന്നാൽ ഇങ്ങനെ സമയം പോകുന്നില്ല. അതൊന്നും നടത്തില്ല. ഒരു കണ്ടെയ്നർ എത്ര മുന്നേറ്റാണ് പോയി. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ എത്തിക്കണം. എന്തായാലും നമുക്ക് കണ്ടെയ്നറുടെ മുകളിൽ കയറിയെങ്കിൽ അതിനെ താഴത്ത് കയറാം. പെട്ടെന്ന് നമുക്ക് താഴത്ത് കയറാൻ പറ്റില്ല. അപ്പൊ അവിടെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടായി പോകും. അങ്ങനെ ഓല് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ചാടാൻ വേണ്ടിയിട്ട് ഒരു ഔട്ടാൻ വേണ്ടിയിട്ട് ഓല് എങ്ങനെ വെക്കാൻ സാധ്യത. അപ്പൊ നമ്മൾ മുന്നിൽ ഒരു 3-4 കണ്ടെയ്നർ ചുവപ്പ് നീലും കാര്യത്തിന്. അപ്പൊ നമ്മൾ തട്ടാതെ പോകണം. അപ്പൊ നീല അവിടെ എത്താൻ പെട്ടെന്ന് ക്രോസ് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ലാതെ എത്തിക്കണം. അങ്ങനെ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു റാമ്പും കാര്യത്തിനുണ്ട്. നമ്മൾ സ്പീഡ് പോയി നേരെ ഔട്ട് ആയിട്ടുണ്ടാവും. എന്തായാലും നമ്മൾ ഔട്ട് ആയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ അവിടെ ഒന്നുമില്ല. നമുക്ക് വളക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ എന്തായാലും എല്ലാവരും കുറെ ഇവിടെ തന്നെ ഔട്ടായി. അപ്പൊ ഇവിടെ റാമ്പ് കറങ്ങണമെന്നില്ല. കണ്ടെയ്നർ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് കറങ്ങാത്ത കണ്ടെയ്നർ വെച്ച് കറങ്ങണ കണ്ടെയ്നർ വെച്ച് കുറച്ച് നിന്ന്. അപ്പൊ ഇത് കറങ്ങാത്ത അപ്പൊ ഇവിടെ റാമും കാര്യത്തിന്. അപ്പൊ ഇവിടെ സ്പീഡ് പോയാലും കുഴപ്പം കാര്യത്തിന് വല്ല കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ അത്ര കുഴപ്പമില്ല. ഇവിടെ റാമും കാര്യത്തിന്റെ അപ്പൊ ഞാൻ ബെല്ലാണ് മാക്സിമം. അപ്പൊ നമ്മൾ മുന്നിൽ കണ്ടെയ്നറും കാര്യത്തിന് കണ്ടെയ്നർ നമ്മൾ എത്താനായിട്ട് മുന്നേ കറങ്ങിപ്പോയി. അപ്പൊ എന്തായാലും നമ്മൾ എത്തിയിട്ട് നമ്മൾ കുറച്ചു നേരം നിന്ന്. അപ്പൊ നമ്മൾ എത്തി. അപ്പൊ കണ്ടെയ്നർ മുകളിലാണ് കുറച്ചു നേരം നിൽക്കാൻ വെച്ച് കണ്ടെയ്നർ താഴത്തോട്ട് വെച്ച് കണ്ടെയ്നറൊക്കെ താഴ്ന്നു. അപ്പൊ നമ്മൾ വളച്ചുകാണ്ട് പോവാണ്. ഇപ്പൊ ഇനി ഫുള്ളും കണ്ടെയ്നറും അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും നമ്മുടെ മുന്നിൽ ഒരു കണ്ടെയ്നറും കാര്യങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ അത് കറങ്ങിയും കൊണ്ട് നിൽക്കണം. അപ്പൊ കുറച്ചേരം വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കണ്ടെയ്നറിന്റെ മുകളിൽ കൂടെ ചാടിച്ചിടണം. അപ്പൊ അത് കുഴപ്പമില്ല ചാടിക്കിട. അതേപോലെ മുന്നിൽ തന്നെ നീല കണ്ടെയ്നറും കാര്യങ്ങളുണ്ട്. അത് നമ്മളെ മുന്നിലേക്ക് വന്നപ്പോ കുറച്ചേരം വെയിറ്റ് ചെയ്യുന്നപ്പോ അത് പോയിക്കണേ. അപ്പൊ ഇനി കുഴപ്പമൊന്നുമില്ല തോന്നി. ഞാൻ 2-3 കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ. നമുക്ക് റാമും കാര്യത്തിന് ചാടിക്കണം. ബെല്ലെ ചാടിയത് അപ്പുറത്ത് എന്താന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ സ്പീഡ് ചാടിയത് എന്തായാലും വളർത്തുക തന്നെ കടക്കൽ പേര് റാമ്പും കാര്യത്തിന് അങ്ങനെ ചാടി ഇനി ഒരു കണ്ടെയ്നറിന്റെ മുകളിൽ തന്നെ കയറിയിട്ട്. അപ്പൊ ഇനി കുഴപ്പമില്ല. ഇനി ഒരു കണ്ടെയ്നർ മാത്രമേ ഉള്ളൂ. നമുക്ക് നേരെ ബെല്ലെ പോയാൽ ആ കണ്ടെയ്നർ കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്ക് കീയും കാര്യത്തിന് കിട്ടുന്നത്. എന്തായാലും നമ്മൾ അതിൽ പേപ്പറിൽ കീയും കാര്യം തന്നെയാണ്. അപ്പൊ എന്താ അറിയില്ല നമുക്ക് കീ കാനേരെ കിട്ടണേ. അപ്പൊ എന്തായാലും നമുക്ക് ഈ കണ്ടെയ്നറും ചാടിയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താം. അതേപോലെ നമുക്ക് കീയും കാര്യത്തിന് എടുത്താണ് അതിന്റെ ഉള്ളിൽ എന്താ നമുക്ക് അറിയാൻ പറ്റണേ. അപ്പൊ എന്തായാലും ഇതും കഴിഞ്ഞ് അപ്പൊ ഞാൻ സ്പീഡ് പോകാൻ പറ്റും. സ്പീഡ് പോകാതെ ഞാൻ മാക്സിമം സ്പീഡ് കാര്യത്തിന് പോയിട്ട് അപ്പൊ ഈ റാമ്പിന്റെ മുകളിലാണ് ചാടി നല്ല ഹൈറ്റിലും കാര്യത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്തായാലും ആ കീ എടുക്കാൻ പോകാം. അങ്ങനെ കീ എടുക്കാനൊക്കെ ഏകദേശം എത്തിന്. അപ്പൊ ഇതാണ് കീയും കാര്യത്തിന് വരുന്നത്. നമുക്ക് എന്തായാലും കീ എടുത്താണ് നമുക്ക് നേരെ വീട്ടിൽ പോകാൻ കാണിച്ചാൽ എന്തായാലും കീ കാര്യത്തിന്. അപ്പൊ എന്തായാലും കാണിച്ചത് ഇതാണ് കീയും കാര്യത്തിന് വരുന്നത്. അങ്ങനെ കീ എടുത്താണ് ഞാൻ വീട്ടിലെത്തിയത്. അപ്പൊ നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കീ കാണിച്ചാൽ ഫ്രാങ്കിന്റെ കൈക്കിലും കാര്യത്തിന് കീ കാണിച്ചാൽ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പൊ നിങ്ങൾ കീ കിട്ടാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ അടിയിലും കാര്യത്തിന് ഞാൻ എത്തിന്. അപ്പൊ നമ്മൾ ലോക്കൊക്കെ തുറന്നു. അപ്പൊ എന്താണ് ഓപ്പൺ ചെയ്യുക. അപ്പൊ നേരെ നീന്തിയാണ് ഫ്രാങ്ക്ലിൻ കാര്യത്തിന് ഉള്ളിൽ പോകേണ്ടത്. പക്ഷെ അതിന്റെ ഉള്ളിൽ പോയപ്പോ എന്താ പോലത്തെ ഇതൊരു തണലിന്റെ മാതിരി ഉണ്ട്. എന്തൊക്കെ നടക്കണ ഒച്ചയും കാര്യത്തിന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താ നമ്മൾ നേരെ ബാക്ക് തിരിഞ്ഞ് ഡോറും കാര്യത്തിന് ക്ലോസ് ഒക്കെ. അപ്പൊ എന്താ സംഭവിക്കുന്നുണ്ട്. നമുക്ക് നേരെ ഫ്രാങ്ക് നേരെ നോക്കി മുന്നിലെ ഒരു ആവിൻ കാര്യത്തിന് വരുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് നമുക്ക് ഇതുവരെ ഒരു പിടുത്തം കിട്ടിയില്ല.